ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തമിഴ്നാട്ടിലെ എൻ്റെ മൂന്നാമത്തെ ദിനമാണ്. അപ്പോൾ ഞാനും ഭാര്യയും കൊച്ചും കൂടി ഇന്ന് ഒരു അമ്പലത്തിൽ പോവുകയാണ്. തമിഴ്നാടിൻ്റെ ദേശീയ വാഹനമായ TVX XLലാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഞാനും ഫാമിലിയും കൂടെ യാത്ര ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ MC ക്യാപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പാമ്പുംകോവിൽ ചന്ത എന്ന സ്ഥലത്തെ റെയിൽവേ ക്രോസിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത്. ഈ സ്റ്റേഷനിൽ നിന്നും കൊല്ലം വഴി ഗുരുവായൂർ ട്രെയിൻ ലഭ്യമാണ്. അടിക്കണ അടിയാണ്. പെട്ടി കമ്മിയാണ്. നമ്മൾ കോവിലിനടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യാത്രകൾ ഇഷ്ടപ്പെടുകയും യാത്രകൾ ചെയ്യുന്നവരുമായ കേരളത്തിലെ 99% ആളുകൾക്കും ഈ കോവിലിനെക്കുറിച്ച് അറിയില്ല എന്ന് തോന്നുന്നു. നമുക്കപ്പോൾ കോവിലിന് മുന്നിലേക്ക് പോകാം. നിരവധി ഗുഹകളും അതേപോലെ തന്നെ കഥകളും ഐതിഹ്യങ്ങളും രഹസ്യങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് ഈ കോവിൽ. ഈ കോവിലിൻ്റെ പേരാണ് കൈലാസനാഥർ കോവിൽ. വീരസ്യാമണി അല്ലെങ്കിൽ വീരസിംഗാമണി എന്ന സ്ഥലത്താണ് ഈ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ കോവിലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പണിതിരിക്കുന്നത് തമിഴ്നാട്ടിലെ വില്ലുപുരം ഡിസ്ട്രിക്റ്റിലെ മണ്ടകപ്പട്ട് കേവ് ടെമ്പിളിനു സമാനമായിട്ടാണ്. എന്ന് വച്ചാൽ ഇത് ഒരു ചെറിയൊരു ഗുഹാക്ഷേത്രം കൂടിയാണ്. ഈ മലയുടെ ചെറിയൊരു ഭാഗമാണ് ക്ഷേത്രത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ஹாய் ஃப்ரெண்ட்ஸ், நம்ம இன்றைக்கி என்ன பார்க்க போகிறோம்னா கைலாசநாதர் கோவில். அதில் என்ன பார்க்க போகிறோம்னா அந்த மலைக்குள்ளே கல்வெட்டுக்கள் செதுக்கியிருக்காங்க, அப்புறம் சாமிகள் இருக்குது. ഇപ്പോൾ ഇൻട്രോ പറഞ്ഞത് എൻ്റെ ഭാര്യയാണ്. പേര് ഭവാനി, മകൻ സഞ്ജിത്ത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഒരുപക്ഷെ മനസ്സിലാവും. ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും മലയിലെ പാറ പ്രത്യേക രീതിയിൽ കൊത്തിയാണ്. അതിനാൽ ചില നാട്ടുകാർ ഈ ക്ഷേത്രത്തെ മലക്കോവിൽ എന്നും പറയുന്നു. ഈ പടിക്കെട്ടുകൾ പോലും പൂർണ്ണമായും പാറയിൽ കൊത്തിയവയാണ്. നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുമുണ്ട്. ഈ കാണുന്നത് ഗണപതി ഭഗവാന്റെ വിഗ്രഹമാണ്. ഇതും പാറയിലാണ് കൊത്തിയിരിക്കുന്നത്. കോവിലിൻ്റെ വലതുവശത്തായി മുരുകൻ്റെ ശിലയും കാണാം. ഈ ക്ഷേത്രത്തിന് മുൻവശത്ത് 2 തൂണുകളും ഇരുവശത്തുമുള്ള മതിലുകളോടൊപ്പം 2 തൂണുകളുമാണ് ഉള്ളത്. ഈ കാണുന്നതാണ് മുരുകൻ്റെ ശില. ഇതും പാറയിൽ തന്നെയാണ് കൊത്തിവച്ചിരിക്കുന്നത്. ഈ കാണുന്ന തൂണുകളിലെല്ലാം തന്നെ അത്യാവശ്യം ഭംഗിയായി ചിത്രപ്പണികൾ ചെയ്തിട്ടുണ്ട്.
സുന്ദരചോഴ പാണ്ഡ്യൻ്റെ 8ാം ഭരണവർഷത്തിലെ ഒരു പട്ടെഴുത്ത് ലിഖിതം കൂടിയാണ് ഈ കാണുന്നത്. കോവിലിനകത്തേക്ക് കയറിയാൽ മുനിമാരുടെയും പാർവതീദേവിയുടെയും ശില്പങ്ങൾ കൊത്തിവച്ചിരിക്കുന്നത് കാണാം. കോവിൽ അടച്ചിട്ടിരിക്കുകയാണ്. മധ്യഭാഗത്തായി ഏകശിലാരൂപത്തിലുള്ള ശിവലിംഗവും അതിനു മുന്നിലായി ഒരു നന്ദിയും കൂടിയുണ്ട്. ഏഴാം നൂറ്റാണ്ടിലെ മറ്റൊരു പാണ്ഡ്യ ഗുഹാക്ഷേത്രം കൂടിയാണ് കൈലാസനാഥർ ക്ഷേത്രം. പുറത്ത് കുക്കുംബർ വിൽക്കുന്ന ചേച്ചിയുടെ അടുത്ത് നിന്നും 20 രൂപയ്ക്ക് കുക്കുംബറും മുക്കിക്കഴിക്കുവാൻ മുളകും പൊടിയും ഉപ്പും ചേർത്ത മസാലപ്പൊടിയും വാങ്ങി. ഇളം പരുവത്തിലുള്ള ചെറിയ കായ്കളാണ് ഇവിടെ വിൽക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇവരുടെ തന്നെ തോട്ടത്തിൽ നിന്നും നേരിട്ട് കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. കുക്കുംബർ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ കോവിൽ ഉണ്ടാക്കിയിരിക്കുന്ന മലയുടെ മുകളിലേക്കാണ്. ഒരുപാട് കാഴ്ചകൾ അവിടെയും കാണുവാനുണ്ട്. കോവിലിനു സൈഡിൽ കൂടി ഇതുപോലെ ചെറിയ വഴിയുണ്ട്. ഇതുവഴി ചെറിയ പാറക്കെട്ടുകൾ എല്ലാം പിടിച്ചു കയറി വേണം മലയുടെ മുകളിലെത്തുവാൻ. കാണുമ്പോൾ എളുപ്പമായി തോന്നുമെങ്കിലും സൂക്ഷിച്ചു വേണം മല കയറുവാൻ. ഒന്ന് ബാലൻസ് തെറ്റിയാൽ നല്ല രീതിയിൽ മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. മലയുടെ പിൻഭാഗത്തായി 44,000 ഹെക്ടർ വലിപ്പമുള്ള വലിയൊരു പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട കുളമുണ്ട്. കാണുമ്പോൾ വലിയൊരു പുഴയായി തോന്നുമെങ്കിലും ഇതൊരു കുളമാണ്. വേനൽക്കാലത്ത് വെള്ളം വളരെ കുറവായിരിക്കും. നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. മലയുടെ മുകളിൽ എത്തിയിട്ട് 100 മീറ്ററോളം നടക്കുവാനുണ്ട്.
മഴ സമയങ്ങളിൽ ഈ മല കയറുന്നത് ഒരു റിസ്ക്കുള്ള പരിപാടി തന്നെയാണ്. കാരണം കുത്തനെ ഉള്ള മലയായതിനാൽ വഴുക്കലുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഭവാനിയും ഞാനും മലയുടെ മുകൾ ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇനി ആ കാണുന്ന വലിയ കുന്നിൻ്റെ സൈഡ് വരെ നമുക്ക് നടക്കേണ്ടതായുണ്ട്. ഈ കാണുന്നത് മഴ പെയ്തപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. മലയുടെ മുകളിൽ പല ഭാഗങ്ങളിൽ ഇതുപോലെ ചെറിയ കുഴികളുണ്ട്. മലയുടെ മുകളിൽ നിന്നും കാണുന്ന കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതാണ്. അങ്ങ് ദൂരെയായി കാറ്റാടിപ്പാടങ്ങൾ കാണാം. നൂറുകണക്കിന് കാറ്റാടിപ്പാടങ്ങൾ ആണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൂരെ കാണുന്ന ആ മലയ്ക്കപ്പുറമാണ് അച്ചൻകോവിൽ വനമേഖല ഉള്ളത്. എന്നാൽ ചെങ്കോട്ട മേക്കര വഴി മാത്രമേ കയറുവാൻ സാധിക്കൂ. അങ്ങനെ വീണ്ടും നമ്മൾ നടക്കുകയാണ്. ആ വലിയ കുന്നിൻ്റെ സൈഡിലാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ മലയുടെ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. രാജഭരണകാലത്ത് ക്ഷേത്രദർശനത്തിനായി എത്തിയിരുന്ന രാജാവിനെ വിശ്രമിക്കുവാനായി 2 പടക് പാറയിൽ കുത്തിയിരുന്നു. അതിലൊന്ന് ഇവിടെയാണ്. അത് കാണുവാനാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് രാജാവിന് വിശ്രമിക്കുവാനുള്ള പടക് കൊത്തിയിരിക്കുന്നത്. ഇവിടെ ഒരേ നിരപ്പിലാണ് കൊത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇതിലും നമുക്ക് ഒരു വട്ടെഴുത്ത് കൊത്തിയിരിക്കുന്നതും കാണുവാൻ സാധിക്കും. ഈ പടകിൽ നമുക്കും വിശ്രമിക്കാവുന്നതാണ്. നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഇതിനടിയിൽ. അതുകൊണ്ട് ആര് കിടന്നാലും ഒന്നുറങ്ങിപ്പോകും. ഈ മലയിലെ പ്രധാന ഹൈലൈറ്റ് ഈ പാറയാണ്. നല്ല ചെരിവിൽ നിൽക്കുന്ന ഈ പാറ ഒന്ന് തള്ളിയാൽ വീഴും എന്ന് തോന്നുമെങ്കിലും ഒന്ന് അനങ്ങുക പോലും ചെയ്യില്ല. എന്നാൽ ഇവിടെ നിൽക്കുന്നത് അപകടകരമാണ്. താഴെ വീഴുവാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ നിൽക്കുന്നത്.
ഇപ്പോൾ നമ്മൾ കണ്ട പടകിനടുത്ത് നിന്നും വീണ്ടും മുന്നിലേക്ക് നടക്കുകയാണ്. പണ്ട് ഈ മലയിൽ, അതായത് കോവിൽ പണിയുന്നതിന് മുന്നേ, ഈ മലയിൽ വന്ന ഗുരുസ്വാമിയുടെ കാൽപാദം കാണുവാനാണ് പോകുന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്തോറും വലുതും ചെറുതുമായ ഒരുപാട് പൊത്തുകളും ഹോളുകളും കാണാം. ചില ഹോളുകളിൽ മുൾക്കമ്പികൾ വച്ചിട്ടുണ്ട്. ഈ വഴിയിൽ കൂടി ഇനിയും കൂടി മുന്നോട്ട് പോകുവാനുണ്ട്. അങ്ങ് ദൂരെയായി ഒരാൾ പുറംതിരിഞ്ഞിരിക്കുന്നത് പോലെ ഒരു ശില്പം കണ്ടില്ലേ? അവിടെയാണ് മുനി സ്വാമിയുടെ കാൽപാദം ഉള്ളത്. ഞങ്ങൾ 3 വർഷത്തിന് മുൻപ് ഞങ്ങളുടെ കല്യാണ ടൈമിലാണ് ഇവിടെ വന്നത്. അന്ന് ഈ ശില്പം ഉണ്ടായിരുന്നില്ല. പിന്നീട് ക്ഷേത്രഭാരവാഹികളാണ് ഈ പ്രതിഷ്ഠ ഇവിടെ നടത്തിയത്. പെട്ടെന്ന് നോക്കിയാൽ ഒരു സ്വാമിയാർ പുറംതിരിഞ്ഞിരിക്കുന്നതായി ഒറ്റ നോട്ടത്തിൽ കാണുകയുള്ളൂ. അതിനാൽ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് അങ്ങോട്ട് പോകുവാൻ ചെറിയൊരു ഭയം തോന്നി. എന്നാൽ ഞാൻ സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് മനസ്സിലായത് അതൊരു പ്രതിഷ്ഠയാണെന്ന്. എന്തെന്നാൽ ഏത് മനുഷ്യനായാലും ചെറുതായി ദേഹം ഒന്ന് അനങ്ങും. ഈ കാണുന്നതാണ് ഗുരുസ്വാമിയുടെ പ്രതിഷ്ഠ. ഈ അടുത്ത കാലത്താണ് ഇത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ രാജഭരണ പ്രൗഢിയിൽ കൊത്തിവച്ചിരിക്കുന്നതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് കാൽപാദം കാണുവാൻ സാധിക്കുന്നത്. ഈ കാൽപാദത്തിനുമുണ്ട് ഒരു രസകരമായ കഥ.
അതായത് നമ്മൾ ഈ കാൽപാദത്തിന് മുകളിൽ നമ്മുടെ കാല് രണ്ടും വച്ച് അത് തുല്യ അളവിലായാൽ, അതായത് കാൽപാദവുമായി തുല്യ അളവിലാണെങ്കിൽ നമ്മൾ ധനികനാകും എന്നാണ് ഈ ചുറ്റുവട്ടത്തുള്ള, അതായത് ഈ നാട്ടിലെ എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ നിലവിൽ ആരുടെയും കാല് ഇതുവരെ സാമ്യപ്പെട്ടിട്ടില്ല. ഇവിടെ വരുന്നവർ ഉറപ്പായും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാലുകൾ അതിന് മുകളിൽ വച്ച് നോക്കുന്നത്. ഈ കാണുന്ന പാറയുടെ അടിഭാഗം ചെറിയ ഇടുങ്ങിയ ഒരു വഴി പോലെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ഭാഗങ്ങളിൽ കൂടുതലായും മുൾക്കമ്പികൾ, കുപ്പിച്ചില്ലുകൾ, കൂർത്ത കല്ലുകൾ എന്നിവ പാകിയിട്ടുണ്ട്. ചെറുപ്പക്കാരായ പയ്യന്മാർ സാഹസത്തിൽ ചെന്ന് അപകടത്തിലാവാതിരിക്കുവാൻ നമ്മൾ ഗുരുസ്വാമി കാൽപാദത്തിൻ്റെ അടുത്ത് നിന്നും മുന്നോട്ട് നീങ്ങുകയാണ്. ഇനി ഒരു പടകവും കൂടി കാണുവാനുണ്ട്. മൊത്തം 2 പടകാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. മലയുടെ 2 വശങ്ങളിലായിട്ടാണ് ഓരോന്നും നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് ഒത്ത നടുക്കായിട്ടാണ് ഗുരുസ്വാമിയുടെ കാൽപാദം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെയാണ് ഈ മലയിലെ അവസാന പടക് നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു ഗുഹയ്ക്കുള്ളിൽ നിർമ്മിച്ചിരിക്കുന്നത് പോലെ. ഈ ഗുഹയ്ക്കുള്ളിൽ നല്ല തണുപ്പാണ്. എത്ര നേരം വേണമെങ്കിലും വിശ്രമിക്കാം. നമ്മൾ പുറത്തു നിന്ന് വന്നപ്പോൾ പുറത്ത് നല്ല ചൂടായിരുന്നു. എന്നാൽ ഇതിനുള്ളിൽ നേരെ തിരിച്ചാണ്. ഒരു AC ഉള്ള റൂമിൽ കയറിയ അവസ്ഥയാണ് ഇതിനുള്ളിൽ. ആയതിനാൽ കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാമെന്ന് കരുതി. അപ്പോഴാണ് നിറയെ മുള്ളുകമ്പികൾ അവിടെ ഇവിടെയായി കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടത്. നമ്മൾ നേരത്തെ കണ്ട ഗുഹകളിലെ പോലെയല്ല ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കമ്പികളുടെ അളവും എണ്ണവും വളരെ കൂടുതലാണ്. അങ്ങനെ അവസാനത്തെ ഗുഹയിൽ ഞങ്ങളെല്ലാവരും വിശ്രമിക്കുകയാണ്. താഴെ നിന്നും മേടിച്ച കുക്കുംബർ മസാലയിൽ മുക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ഭാര്യ ഭവാനിയും മകൻ സഞ്ജിത്തും. ഇവിടെ നിന്നും വെളിയിലുള്ള കാഴ്ച വളരെ രസകരമാണ്. ഭവാനിയാണെങ്കിൽ അവിടെ വിശ്രമം തുടങ്ങി. ഇവിടെ അങ്ങിങ്ങായി മുൾക്കമ്പികൾ കാണാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയും ഇവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയാണ്. നമുക്ക് ഈ കാണുന്ന കുന്നിൻ്റെ മുകളിൽ വരെ കയറുവാൻ സാധിക്കും. പക്ഷെ നല്ല വെയിലുള്ള ടൈമായതുകൊണ്ടും നല്ല കാറ്റുള്ളത് കൊണ്ടും ആ ശ്രമം ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഈ കോവിൽ സ്ഥിതി ചെയ്യുന്നത് തെങ്കാശി ജില്ലയിലെ ശങ്കരൻകോവിൽ താലൂക്കിലെ വീരസ്യാമണി അല്ലെങ്കിൽ വീരസിംഗാമണി എന്ന സ്ഥലത്താണ്. ഇങ്ങോട്ട് വരുവാനുള്ള ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്.
കൊല്ലത്ത് നിന്നും മധുരയിലേക്ക് ടൂർ പോകുന്നവർക്ക് ഈ ലൊക്കേഷൻ കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.